Good morning. Welcome to Gino's Physics World. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോർഷൻ ഇലക്ട്രിക് ഡൈപോൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇലക്ട്രിക് ഡൈപോൾ. എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ശരി. ഡൈപോൾ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാകും. ഡൈ മീൻസ് രണ്ട് അല്ലേ? അപ്പോൾ രണ്ടെണ്ണം ഉള്ള രണ്ട് പോൾസ്, രണ്ടെണ്ണം ഉള്ളത് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ടു പോൾസ് അല്ലേ, ടു പൊളാരിറ്റീസ്. ചാർജുകളുടെ രണ്ട് പൊളാരിറ്റി ഉള്ളത്, ഒന്ന് മൈനസും ഒന്ന് പ്ലസും. അപ്പോൾ assuming a minus charge is placed here and at a fixed distance apart, a finite distance apart, a positive charge is placed. If it is minus 2 coulomb, this should be plus 2 coulomb. If it is minus 1 coulomb, it is plus 1 coulomb. അതാണ് ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ പ്രത്യേകത. സോ ഒരു ഇലക്ട്രിക് ഡൈപോൾ എപ്പോഴും രണ്ട് ചാർജുകൾ ഈക്വലും ഓപ്പോസിറ്റുമായിരിക്കണം അല്ലേ? ഈക്വൽ എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡിൽ ഈക്വൽ ആയിരിക്കണം. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ചാർജുകളുടെ ആ ഒരു സ്വഭാവം അത് ഓപ്പോസിറ്റ് ആയിരിക്കണം. ഇത് മൈനസ് ആണെങ്കിൽ ഇത് പ്ലസ്. ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും ഫൈനൈറ്റ് ആയിരിക്കണം. അപ്പോൾ ഒരു തന്നിരിക്കുന്ന ഒരു ഡൈപോളിൽ അതെപ്പോഴും ഫൈനൈറ്റ് ആണ്. കൂടാനോ കുറയാനോ അങ്ങനെയൊന്നും പാടില്ല. കെപ്റ്റ് അറ്റ് എ ഫൈനൈറ്റ് ഡിസ്റ്റൻസ്. ഇറ്റ് ഈസ് കോൾഡ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ആൻ ഇലക്ട്രിക് ഡൈപോൾ? ഗിവ് ഇറ്റ്സ് ഡെഫിനിഷൻ. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് കെപ്റ്റ് അറ്റ് എ ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ സോഡിയം ക്ലോറൈഡ് അല്ലേ? സോഡിയം ക്ലോറൈഡിൽ Na+Cl- രൂപത്തിലുണ്ടാകുന്നു. Na+Cl- ആൻഡ് HCl അല്ലേ? H+Cl- ഇതിലുണ്ടാകുന്നു. H2SO4 അല്ലേ? H2SO4. അപ്പോൾ H2SO4ൽ H2 പ്ലസും SO4 2 മൈനസും. അപ്പോൾ അവിടെ +2Q-ഉം -2Q-ഉമാണ് അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇലക്ട്രിക് ഡൈപോളിൻ്റെ ചില എക്സാമ്പിൾസ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് കെപ്റ്റ് അറ്റ് എ ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. എന്താണ്? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് കെപ്റ്റ് അറ്റ് എ ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഡിസ്റ്റൻസ് ഫൈനൈറ്റ് ആയിരിക്കണം അല്ലേ? ഈ ഇപ്പോൾ തന്നിരിക്കുന്ന സോഡിയം ക്ലോറൈഡിൽ കൂടാനോ കുറയാനോ ഒന്നും പാടില്ല, ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ആയിരിക്കണം. ഓക്കെ, സോ നമുക്ക് മറ്റൊരു കൺസെപ്റ്റിലോട്ട് വരാം. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് അതിൻ്റെ ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ? അതിൻ്റെ ഡെഫിനിഷനാണ് നിങ്ങൾ ഈ കാണുന്നത് അല്ലേ? രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജുകൾ ഒരു ഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ വയ്ക്കുന്നതിനെയാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. ഇതൊരു ഇലക്ട്രിക് ഡൈപോളാണ് കേട്ടോ. മൈനസ് പ്ലസ് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ വെച്ചിരിക്കുന്നു. ഡിസ്റ്റൻസ് എത്രയാണ്? സ്മാൾ ആർ അല്ലേ? ഓക്കെ, സോ ഈ മൈനസ് പ്ലസ് ചാർജുകൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ വെച്ചിരിക്കുന്നത് ഒരു ഇലക്ട്രിക് ഫീൽഡിലാണ്. ഇവിടെ ഞാൻ പോസിറ്റീവ് കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം പോസിറ്റീവ് ചാർജുകൾ, ഇത് നെഗറ്റീവ്. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് വരുന്നുണ്ട് ഇങ്ങോട്ട് അല്ലേ? ആ ഇലക്ട്രിക് ഫീൽഡിലാണ് ഇത് വെച്ചിരിക്കുന്നത്, മൈനസ് ചാർജും പ്ലസ് ചാർജും. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് വരുന്നത്. സാധാരണ നമ്മൾ മാഗ്നറ്റൊക്കെ എടുക്കുമ്പോൾ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കാണല്ലോ ഫീൽഡ് ലൈൻസ് വരുന്നത്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ starting from positive and ends in negative.
സോ ആ ഒരു ഫീൽഡിലാണ് ഈ ഒരു ഡൈപോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ റെഡ് ലൈൻസ് കാണിച്ചിരിക്കുന്ന എന്താണ്? എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡാണ്. പിന്നെ ഇത് നമ്മുടെ ഡൈപോളാണ്, ഈ ബ്ലാക്ക് ലൈൻ. ആ ഡൈപോളിൻ്റെ ലെങ്ത് എത്രയാണ്? സ്മാൾ ആർ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്, ഇത് പോസിറ്റീവ് ചാർജാണ് അല്ലേ, അതിലൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമല്ലോ. എത്രയാണ്? F=QE. അതെങ്ങോട്ടായിരിക്കും? താഴോട്ടായിരിക്കും. വൈ ഇറ്റ് ഈസ് ഡൗൺവേർഡ്സ്? ബിക്കോസ് ദിസ് പോസിറ്റീവ് ചാർജ് റിപ്പൽസ് ദിസ് പോസിറ്റീവ് ചാർജ്. ഈ പോസിറ്റീവ് ചാർജ് ഇതിനെ റിപ്പൽ ചെയ്യും. അതുകൊണ്ടാണ് F=QE ആക്ടിങ് ഡൗൺവേർഡ്സ്. നൗ വാട്ട് ഈസ് ദി ഫോഴ്സ് ആക്ടിങ് ഓൺ നെഗറ്റീവ് ചാർജ്? It is also QE, but it is acting in the upward direction because this negative repels this negative. This negative repels this negative. That is in the upward direction. So, ഈ ഫോഴ്സ് upward direction ആണ്, ഈ ഫോഴ്സ് downward direction ആണ്. അപ്പോൾ ഇത് എന്ത് സംഭവിക്കും? അപ്പോൾ ഒരു സൈക്കിൾ ഹാൻഡിൽ പോലെ it will rotate like this. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ ഒരുങ്ങും. നമ്മളൊരു സൈക്കിൾ ഹാൻഡിൽ പറയാറില്ലേ, കാണിക്കാറില്ലേ? സൈക്കിളൊക്കെ ഓടിച്ചിട്ടില്ലേ നിങ്ങൾ? ഓക്കെ, അതേപോലെ ഇത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലേ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ എനിക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ തടഞ്ഞു നിർത്തിക്കഴിഞ്ഞാൽ ഒരു ഫോഴ്സ് വേണം അല്ലേ, ഫോഴ്സ് ഉണ്ടെങ്കിലേ ഇങ്ങനെ തടഞ്ഞു നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്ത് തടഞ്ഞു നിർത്തിയാലേ അതിങ്ങനെ നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇറ്റ് വിൽ റൊട്ടേറ്റ് ലൈക്ക് ദിസ്. അപ്പോൾ ഞാനൊരു ഫോഴ്സ് എക്സ്റ്റേണലായിട്ട് അപ്ലൈ ചെയ്താൽ മാത്രമേ ഇതിനെ തടഞ്ഞു നിർത്തത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഇതിനുണ്ടായി എന്ന് പറഞ്ഞു. എപ്പോഴാണ് ഉണ്ടായത്? ഇറ്റ് ഈസ് പ്ലേസ്ഡ് വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. അതായതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, സോ ദെൻ വാട്ട് ഈസ് ദാറ്റ് റൊട്ടേറ്റിംഗ് എഫക്റ്റ്? ഇറ്റ് ഈസ് കോൾഡ് ടോർക്ക്. എവിടെ പഠിച്ചു? ഫസ്റ്റ് ഇയറിൽ പഠിച്ചു ടോർക്ക്. So what is the torque experienced? Torque tau is equal to QE into R. QE is one of the forces into distance between the forces. അപ്പോൾ എന്താണ് ടോർക്ക്? tau is equal to one of the forces into distance between the forces. ഓക്കെ, അപ്പോൾ tau is equal to QE into R ആണ് ഇവിടുത്തെ ടോർക്ക്. റെഡി? Now come to the next case. നോക്കൂ, മറ്റൊരു ഡൈപോളാണ് ഞാനിവിടെ വച്ചിരിക്കുന്നത്. ഇതിലും രണ്ട് ചാർജുകളുണ്ട്. ബട്ട് വാട്ട് ഈസ് ദി ഡിഫറൻസ്? ഇവിടെ ഹാഫ് ക്യൂ ആണ്, ഇവിടെയും ഹാഫ് ക്യൂ ആണ്. ഇത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഹാഫ് ക്യൂ മൈനസ് ആണ്, പ്ലസ് ആണ്. ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ഈസ് R/2. മറ്റേതിൽ എത്രയായിരുന്നു? 6 ആയിരുന്നു. ഇവിടെ R/2. ചാർജുകളും പകുതിയാക്കി, ഡിസ്റ്റൻസും പകുതിയാക്കി. ദെൻ വാട്ട് ഈസ് ദി ടോർക്ക്? പറയട്ടെ. ഹാഫ് QE ഇൻറ്റു R/2 അല്ലേ? നേരത്തെ QE അല്ലായിരുന്നു, ഇപ്പോൾ ഹാഫ് QE ഇൻറ്റു ഡിസ്റ്റൻസ് R/2. ഹാഫ് QE ആണ് ഇവിടുത്തെ ഫോഴ്സ്, ഡിസ്റ്റൻസ് R/2. 1/2 1/2 കൂടെ ഗുണിക്കുമ്പോൾ 1/4 അല്ലേ, ഇൻറ്റു QER. ഇവിടുത്തെ ടോർക്ക് ഇതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ കുറച്ച് ഫോഴ്സ് കൊടുത്താൽ മതി. ഇതിനെ ഇങ്ങനെ പിടിച്ച് നിർത്തണമെങ്കിൽ ഇങ്ങനെ തള്ളി നിർത്താനായിട്ട് കുറച്ച് ഫോഴ്സ് കൊടുത്താൽ മതി. ഇനി കം ടു ദി നെക്സ്റ്റ് കേസ്. സോ ദിസ് ഈസ് ദി നെക്സ്റ്റ് കേസ്. ഹിയർ ചാർജസ് ആർ ഡബിൾഡ് ആൻഡ് ഡിസ്റ്റൻസ് ഈസ് ആൾസോ ഡബിൾഡ്. 2Q അല്ലെങ്കിൽ -2Q + 2Q. ഡിസ്റ്റൻസ് ഈസ് 2R. ഇലക്ട്രിക് ഫീൽഡ് ഈസ് സെയിം. നേരത്തെ ഈ ഇലക്ട്രിക് ഫീൽഡ് തന്നെ ഇവിടെയും അത് തന്നെയാണ് ആദ്യത്തേത്, സെയിം ആണ്. ദെൻ വാട്ട് ഈസ് ദി ടോർക്ക്? ടോ ഈസ് ഇക്വൽ ടു 2QE അല്ലേ? 2Q ആണ് ചാർജ്, ഇലക്ട്രിക് ഫീൽഡ് ഇത്രയാണ് ഫോഴ്സ്, ഇലക്ട്രിക് ഫീൽഡ് E ആണ്. ദിസ് ഈസ് ദി ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. സോ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4QER. 4QER ഈസ് ദി ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ ദിസ് ഡൈപോൾ. ഓക്കെ, അതേപോലെ തന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യും. പക്ഷേ ഇതിൽ മൂന്നിൽ ഏതിലാണ് കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരിക? റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ നമ്മൾ പിടിച്ച് നിർത്തണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരിക ഏതിനാണ്? ഇതിന് തന്നെ.
കാരണം എന്താണ്? ഇതിൻ്റെ ടോർക്ക് വളരെ കൂടുതലാണ്. മനസ്സിലായോ? ടോർക്ക് വളരെ കൂടുതലാണ്. ഇനി ഇതിന് ഏറ്റവും കുറവാണ്, ഇതിന് ഇൻ ബിറ്റ്വീൻ ദം, അല്ലേ? അപ്പോൾ ടോർക്ക് ഏറ്റവും കൂടുന്തോറും കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതിനെ പിടിച്ചു നിർത്താൻ പറ്റൂ. അതിനെ വിളിക്കുന്നത് എഫക്റ്റീവ്നെസ്. എന്തെന്ന് പറയുക? എഫക്റ്റീവ്നെസ്. എഫക്റ്റീവ്നെസ് ഓഫ് ദി ഡൈപോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ബാക്കിരിക്കുന്ന ആൾ ഇതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ്നെസ് ഏതിനാണെന്ന് പറയൂ? വളരെ കറക്റ്റാണ്, ഇതിനാണ്. ടോ ഈക്വൽ ടു 4QER. കാരണം ഇതിൻ്റെ ടോർക്ക് കൂടുതലാണ്. ഏറ്റവും കുറച്ച് എഫക്റ്റീവ്നെസ് ഏതാണെന്ന് പറയൂ? ഇതാണ്, അല്ലേ? കാരണം ഇതിന് 1/4 ഉള്ളൂ. അപ്പോൾ എഫക്റ്റീവ്നെസ്, അപ്പോൾ എന്തുകൊണ്ടാണ് എഫക്റ്റീവ്നെസ് ഇതിന് കൂടുതലായത്? കാരണം ഇതിൻ്റെ ചാർജ് കൂടുതൽ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ചാർജസും കൂടുതൽ. സോ ഇറ്റ് ഈസ് മോർ എഫക്റ്റീവ്. It is least effective. So effectiveness depends on, ഇത് ഓർത്ത് വെച്ചിരിക്കുക, effectiveness depends on charge and distance. Charge and distance between the charges. ഓക്കെ, പിടികിട്ടിയോ? അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ, അതൊരു നല്ലൊരു പോർഷനാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കൂ, ഡൈപോൾ വെച്ചിട്ടുണ്ട്, അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഒരു പുതിയൊരു കാര്യം നമുക്ക് പറയാനുണ്ട്. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ, അല്ലേ? ഈ ഒരു ഡൈപോളിൻ്റെ സെൻറ്ററാണ് ഇത്. ഈ ഡോട്ടഡ് ലൈനാണ് ഇതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കൊരു പുതിയൊരു കാര്യത്തിലേക്ക് കടക്കാം. Now we have to calculate the moment of this dipole. Moment of this dipole. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്, ഒരു ക്വാണ്ടിറ്റിയുടെ മൊമെൻറ്റ് കാണുന്നത് ആ ക്വാണ്ടിറ്റി ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അറിയാമല്ലോ, ഫസ്റ്റ് ഇയറിൽ റൊട്ടേഷനിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മൊമെൻറ്റ് ഓഫ് എ മാസ് കാണാനായിട്ട് മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ്. മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് ആണെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ്. സിമിലർലി, വാട്ട് ഈസ് ദി മൊമെൻറ്റ് ഓഫ് ദിസ് ചാർജ്? ഈ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് താഴേക്കാണ്, അല്ലേ? ഇങ്ങോട്ടാണ് അതിൻ്റെ ഫോഴ്സ്, ഇതിൻ്റെ ഫോഴ്സ് മുകളിലേക്കാണ്. What is the moment of this charge? Let the distance be L from the axis. See, this is the axis of rotation. This is the axis of rotation. Okay. ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൈക്കിളിൻ്റെ ഹാൻഡിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ? സൈക്കിളിൻ്റെ ഹാൻഡിലിൻ്റെ രണ്ട് ആയിട്ടാണ് നമുക്കിത് രണ്ട് സങ്കല്പിക്കാം. ഇവിടെ ഒരു കൈ കൊണ്ട് പിടിക്കുന്നു, ഇവിടെ ഒരു കൈ കൊണ്ട് പിടിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ടല്ലേ സൈക്കിൾ വളയുന്നത്. ഇവിടെയാണ്, ഇതിൻ്റെ താഴോട്ടാണ് നമ്മൾ ടയർ അറ്റാച്ച് ചെയ്യുന്നത്. ഓർമ്മയുണ്ടോ? ടയർ ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് അതിൻ്റെ ആക്സിസ് വരുന്നതെന്നർത്ഥം. പിടികിട്ടിയോ? അത് അതിൻ്റെ ഒരു ഐഡിയ പറഞ്ഞതേ ഉള്ളൂ. സോ ലെറ്റ് എൽ ബി ദി ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ്, ആൻഡ് ഹിയർ ആൾസോ ഐ എം ടേക്കിംഗ് എൽ ബി ദി ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ്. വാട്ട് ഈസ് ദി മൊമെൻറ്റ് ഓഫ് ദിസ് ചാർജ്? എന്തോരും പറയട്ടെ, ആ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ്, Q ഇൻറ്റു എൽ. സോ വാട്ട് ഈസ് ദി മൊമെൻറ്റ് ഓഫ് ദിസ് ചാർജ്? Charge into distance from the axis. What is the total moment? QL plus QL. എത്രയുടെ ആഡ് ചെയ്യുന്നത്? 2QL. പലരും തെറ്റാണ് പറഞ്ഞത്, പലർക്കും കൂട്ടാൻ പോലും പലപ്പോഴും അറിയാറില്ല. സോ 2 into QL. ഓക്കെ, അപ്പോൾ QL plus QL is equal to 2 into QL. See, this is the total moment. Q into 2QL. This is usually called the dipole moment. Very important time. എല്ലാവരും കൂടെ പറയൂ, dipole moment. Okay, so how can you calculate the dipole moment? Yes, dipole moment is usually denoted as P, and it is equal to 2QL. അല്ലെങ്കിൽ usually we say that Q into 2L. That is, the dipole moment is the product of one of the charges and the distance of separation between them. അങ്ങനെയാണ് പറയാറുള്ളത്. What is dipole moment?
ആ ഡൈപോൾ മൊമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് one of the charges and the distance between the charges. Okay, it is the product of one of the charges. ഒരു ചാർജും അതിനിടയിലുള്ള ചാർജുകൾക്കിടയിലുള്ള അകലവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഡൈപോൾ മൊമെൻറ്റ്. ഓക്കെ, ഇതിൻ്റെ ഡയറക്ഷൻ നമുക്ക് നേരത്തെ പറഞ്ഞു. ഡയറക്ഷൻ സാധാരണയായിട്ട് നമ്മൾ നമ്പർ ലൈൻ പോലെയല്ലേ, നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്പർ ലൈനിലാണെങ്കിൽ നിങ്ങൾക്കറിയാം നെഗറ്റീവ് സംഖ്യകൾ ഈ ഭാഗത്ത്, പോസിറ്റീവ് ഇപ്പുറത്തോട്ടാണ്. അപ്പോൾ നെഗറ്റീവ് ടു ഇങ്ങോട്ടാണ് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകും നമ്പറുകൾ. അതേപോലെ തന്നെയാണ് ഡൈപോൾ മൊമെൻറ്റും നെഗറ്റീവ് ടു പോസിറ്റീവാണ് നമ്മുടെ അതിൻ്റെ ഡയറക്ഷൻ എടുക്കുന്നത്. ഓക്കെ, സോ ഡയറക്ഷൻ ഈസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. ഇതൊരു പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. അപ്പോൾ യു ഹാവ് ടു സേ നെഗറ്റീവ് ടു പോസിറ്റീവ്. ആൻഡ് വാട്ട് വിൽ ബി ഇറ്റ്സ് യൂണിറ്റ്? ഓക്കെ, ചാർജിൻ്റെ യൂണിറ്റ് കൂളോം. ദിസ് ഈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ചാർജസ്. അപ്പോൾ കൂളോം മീറ്റർ അല്ലേ, കൂളോം മീറ്റർ. CM സെൻറ്റിമീറ്റർ എന്ന് വായിച്ചു കളയരുത്. അങ്ങനെ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അങ്ങനെ വായിക്കുള്ളൂ. കൂളോം മീറ്റർ എന്ന് വേണം വായിക്കാനായിട്ട്. ഓക്കെ, സോ ഡൈപോളിനെ കുറിച്ച് ആധികാരികമായിട്ട് കുറേ കാര്യങ്ങൾ ഇനി വരുന്ന ക്ലാസ്സുകൾ പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഡെറിവേഷനുകളുണ്ട്. സോ യു ക്യാൻ ടേക്ക് എ സ്ക്രീൻഷോട്ട് നൗ. യെസ്, സോ ടുഡേയ്സ് ക്ലാസ് ഈസ് ഓവർ. ഗുഡ് ബൈ.